കേരളത്തിലെ ഒരു ഫാഷൻ ബ്രാൻഡ് അവർ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വൈറലാവുന്നു. അവർ ത്രൂ കേരളത്തിലെ മൊത്തം ഫാഷൻ പ്രൊഡക്ട്സിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് നേരെ താഴേക്ക് പോകുന്നു. ഇത് ഒരു പോസിറ്റീവായിട്ട് കാണണോ നെഗറ്റീവായിട്ട് കാണണോ എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കാം. ഇതിൽ ഞാനൊരു ബ്രാൻഡിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, ബിക്കോസ് വി ആർ നോട്ട് ട്രൈങ് ടു ഡീഗ്രേഡ് എനിവൺ ഹിയർ. ഐ എം ട്രൈങ് ടു ഇവാലുവേറ്റ് സച്ച് കൈൻഡ് ഓഫ് ബിസിനസ്, അത്രേ ഉള്ളൂ. സോ ഞാൻ ഓൾമോസ്റ്റ് മില്യൺ വ്യൂസ് കടന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു ഫാഷൻ ബ്രാൻഡ് പേജ്. ഏത് വീഡിയോ ഇട്ടാലും മില്യൺസ് ഓഫ് വ്യൂസ്, എല്ലാം വൈറൽ വീഡിയോസ്. അതിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ സാധനം മേടിക്കുക, കാരണം അത്രയ്ക്ക് വിലക്കുറവാണ്. സോ കേരളത്തിൽ അന്ന് റൺ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വസ്ത്ര വ്യാപാരക്കാരും ഒരു അസൂയോടെ ആ വീഡിയോസും ആ പേജിന്റെ വളർച്ചയും കണ്ടിട്ടുണ്ടാവും, ഈ ഞാനടക്കം. ഒരു ക്ലോത്തിങ് ബിസിനസ് നടക്കുന്ന എനിക്ക് പോലും അവിടുന്ന് പല പ്രാവശ്യം സാധനങ്ങൾ വാങ്ങണമെന്ന് തോന്നിയിട്ടുണ്ട്, കാരണം അത്രയ്ക്കും റേറ്റും അത്രയും നല്ല പ്രോഡക്ട്സ് ആയിട്ടാണ് വീഡിയോയിൽ പോർട്രേ ചെയ്യുന്നത്. ഞാൻ അതുമായിട്ട് ഈ പേജ് നോട്ട് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ വൈറലാവുന്നതിന് മുമ്പാണ്. അതായത് കേരളത്തിൽ കോവിഡിന്റെ ലോക്ക്ഡൌൺ നടക്കുന്ന സമയം 2021 വനിതാ മാഗസിൻ സംഘടിപ്പിച്ച ബാൽക്കണി ഫാഷൻ എന്നൊരു കോൺടെസ്റ്റ്. ആ കോൺടെസ്റ്റിന്റെ കണ്ടന്റ് ഇതായിരുന്നു. അതായത് നമ്മൾ ബാൽക്കണിയിൽ നിന്ന്, ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക, വനിതനെ ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അതിനകത്ത് ചൂസ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ് അവർ വനിതയിൽ പബ്ലിഷ് ചെയ്യും. സോ ഞാനും പോസ്റ്റ് ചെയ്തു, എൻ്റെ ഫോട്ടോ വനിതയിൽ വരുമൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമല്ലോ നമ്മുടെ ഫോട്ടോ വന്നു. അപ്പോൾ നമ്മൾ 2-3 ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ 2 ഫോട്ടോ പോസ്റ്റ് ചെയ്ത്, അതായത് ആരെങ്കിലും 2 ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഈ ഒരു ബ്രാൻഡിന്റെ ഒരു 5 ഫോട്ടോ, പിന്നെ അടുത്ത് വേറെ ആരെങ്കിലും 2 ഫോട്ടോ, ഈ ഒരു ബ്രാൻഡിന്റെ 3-4 ഫോട്ടോ. സോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിറച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. സോ ഐ ഡോണ്ട് നോ വാട്ട് സ്ട്രാറ്റജി ഇറ്റ് വാസ്, ബട്ട് ദാറ്റ് വാസ് എ വെരി ഗുഡ് സ്ട്രാറ്റജി. കാരണം അന്ന് ആ പേജ് നോക്കിയാൽ എല്ലാവരും തന്നെ ആ ഒരു ബ്രാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ കളക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്നിങ്ങനെ വിലക്കുറവിലായിരുന്നില്ല, നമ്മളൊക്കെ കൊടുക്കുന്ന സെയിം റേറ്റിൽ തന്നെയായിരുന്നു പുള്ളിക്കാരി കൊടുത്തോണ്ടിരുന്നത്. പക്ഷേ ആ കളക്ഷൻസ്, കളർ കോമ്പിനേഷൻസും പാറ്റേൺസും അന്ന് തന്നെ നോട്ടീസബിൾ ആയിരുന്നു. ഒരു രീതിയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു തരത്തിലല്ലാതെ തന്നെ ഷി വുഡ് ഹാവ് ബീൻ വൺ ഓഫ് ദ സക്സസ്ഫുൾ എന്റർപ്രണർ. ബട്ട് അവിടുന്ന് പിന്നെ ഞാൻ പുള്ളിക്കാരൻ നോട്ട് ചെയ്യുന്ന ഈ ഒരു വിലക്കുറവിൽ സാധനങ്ങൾ കണ്ട് ഈ ഒരു വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോഴാണ്. നമുക്ക് ബാംഗ്ലൂർ ഒരു ബൊട്ടീക് ബിസിനസ് ഗ്രൂപ്പ് ഉണ്ട്. സോ വി യൂസ് ടു ഡിസ്കസ് ഹൗ ഷീ ഈസ് ഏബിൾ ടു പ്രൊവൈഡ് സച്ച് തിങ്സ്. പിന്നെ കണ്ടു ഇത് ഇവരുടെ കൂടെ പലരും ചേർന്ന് പല ബൊട്ടീക്കുകളും ദിസ് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ദേ ആർ പ്രൊവൈഡിങ്. Later I started seeing lots of complaints, lots of negative reviews. ഈ ഒരു പേജുകൾ ഏതെടുത്താലും അവരുടെ ഗൂഗിൾ റിവ്യൂസ് നോക്കുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആണ്, ഒരാൾക്കും പ്രൊഡക്ട്സ് കിട്ടുന്നില്ല എന്നുള്ളത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധനത്തിന് ഇത്രയും വില കുറച്ച് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്ന് തന്നെയാണ്. കാരണം അത് കൊടുക്കുന്ന കൂടെ നമ്മളൊരു സാധനം മാത്രമല്ല ഒരു ബിസിനസ്സിൽ കൊടുക്കുന്നത്, നമ്മളവിടെ ഒരു സർവീസ് ആണ് ചെയ്യുന്നത്. ഈ ഒരു സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം പ്രൊഡക്ഷൻ മാത്രം ചെയ്താൽ പോരാ, ഈ കസ്റ്റമർ വിളിക്കുമ്പോൾ കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കണം. ഇത്രയും പ്രൊഡക്ഷൻ, ഇത്രയും ഓർഡേഴ്സ് വരുമെന്ന് ഐ ഡോണ്ട് നോ വെയർ ദേ പ്ലാൻഡ് റോങ്. ബട്ട് ഇത്രയും ഓർഡേഴ്സ് വന്നു കഴിഞ്ഞപ്പം അത് എന്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല? നാളെ ഇത്രയും ഓർഡേഴ്സ് വന്നിട്ടും എന്തുകൊണ്ട്, ഹൗ they failed, why they failed to satisfy the customers? ഓക്കെ, ആദ്യത്തെ ഒരു മാസമൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഓർഡർ വന്നതുകൊണ്ട് പറ്റിപ്പോയതാണെന്ന് പറയാം. പക്ഷേ വർഷങ്ങളോളം ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് പറ്റി? ബിക്കോസ് ദേ വർ നോട്ട് ഏബിൾ ടു. അതിൽ നിന്ന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഒരു എമൗണ്ടും കൊണ്ട് അത്രയും വലിയൊരു ബിസിനസ് റൺ ചെയ്യാൻ ഇത്രയും ചെറിയ മാർജിനിൽ അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് കുറച്ച് മേടിച്ചാൽ പറ്റില്ല എന്ന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. സോ അവരുടെയും റിവ്യൂസും ഇവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, KKPP ആണ് അവസ്ഥ എന്നുള്ളത്. ഒരു നല്ലൊരു ബിസിനസ് റൺ ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രൊഡക്ഷൻ, ഈ ഒരു സാധനം ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്ക് നല്ല വർക്കേഴ്സ് വേണം, നമുക്ക് നല്ലൊരു സെറ്റപ്പ് വേണം, നമുക്ക് നല്ല കസ്റ്റമർ സർവീസ് വേണം, കൊറിയർ പാർട്ട്നേഴ്സ്, ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയാലാണ് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഇതിനെ വീഡിയോ ഇടുന്നത്, ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? കാരണം നമ്മൾ കുറച്ച് പേര് കഷ്ടപ്പെട്ട് നല്ല പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിൽ എത്തിക്കുക, നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് കാണാൻ അത്രയും ഇൻട്രസ്റ്റോടെ പാഷനോടെ ഈ ബിസിനസ് ചെയ്യുന്ന കുറേ ആൾക്കാരെയും കൂടെയാണ് വിശ്വാസമില്ലാതാവുന്ന ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്ന സംഭവത്തോട് വിശ്വാസമില്ലാതാവുന്നതോടുകൂടി. പിന്നെ നമ്മൾ ഇവരെ കൺവിൻസ് ചെയ്യുകയാണ്, ഞങ്ങളെ വിശ്വസിക്കുക, ഞങ്ങൾ അങ്ങനെ അല്ല, നമ്മുടെ പ്രൊഡക്ട്സിന് ക്വാളിറ്റി ഉണ്ട്, ഈ റേറ്റിന്. ഇവർ കമ്പയർ ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്ട്സ് വെച്ചിട്ടാണ്, ഈ ഒരു ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ വി ഫീൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യല്ലേ, ഞങ്ങളുടെ പ്രൊഡക്ട്സ് അങ്ങനെ അല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ പറയുക, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും പറ്റിക്കാനിരിക്കുകയല്ല. ഓൺലൈൻ ബിസിനസ്സിലും സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നന്നായി കഷ്ടപ്പെട്ട് ചെയ്യുന്നവർ. സോ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ബാക്ക് ടു ആ ഒരു പഴയ ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്.